8-9 മാസം നമ്മൾ വർക്ക് ചെയ്യുന്നൊരു സിനിമ, ആ സിനിമയിൽ ചിലപ്പം അതിൻ്റെ ഡയറക്ടർ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ലാസർ മോനെ എല്ലാം ഓക്കെ ആണോ അവിടെ ചോദിക്കും. അതായത് അങ്ങനെയാണ് ചോദിക്കുന്നത്, മോനെ അവിടെ എല്ലാം ഓക്കെ ആണോ ചോദിക്കും. ഇനി ഈ സിനിമയ്ക്ക് എന്ത് ഡെസ്റ്റിനി വാട്ട് എവർ ഇറ്റ് ഈസ് അല്ലേ, അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കണം. എൻ്റെ കയ്യിൽ കിട്ടിയ സ്ക്രിപ്റ്റിനെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് മാത്രമാണ് ചോദ്യം. പൃഥ്വിരാജ് അങ്ങനെ ചോദിക്കും, സുഹൃത്ത് ഇതിപ്പോൾ ഈ സമയത്തിനുള്ളിൽ നടക്കും, നടത്തി തരാം. ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ പ്രശ്നങ്ങൾ നടക്കണം തന്നെ ഏറ്റവും ആദ്യം അറിയുന്നത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആക്ടേഴ്സൊക്കെയാണ്. ലാൽ സാറൊക്കെയാണ്. ഭയങ്കര പ്രഷർ അനുഭവിച്ച് ചെയ്ത ഒരു സിനിമ മനക്കോട്ടെ വാലിബൻ. അദ്ദേഹം എന്താ ഇങ്ങനെ ചിലപ്പം ഞാൻ LJPനെ പറ്റി ഞാൻ അങ്ങനെ ചിന്തിക്കും, അദ്ദേഹം തിരിച്ച് എന്നെ പറ്റി ഇങ്ങനെ ചിന്തിക്കും, ഇവനെന്താണ് ഇങ്ങനെ ചിന്തിക്കില്ലേ. ഇദ്ദേഹത്തിൻ്റെ ഐഡിയാസ് എന്ന് പറയുന്നത് ഓക്കെ ഈ സംഭവം ഇവിടെ നമുക്ക് നടക്കൂല എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അപ്പോൾ ഇതെവിടെ നടക്കും, ഇത് ബോംബെയിൽ നടക്കും. അന്നുവെച്ചാൽ ബോംബെയിൽ പോയിട്ട് ഒരാൾ വിളിച്ചുകൊണ്ടിരാൻ പറയും. ഇതൊക്കെ കഴിഞ്ഞിട്ട് സെറ്റിൽ ചെയ്യുമ്പോൾ അദ്ദേഹം പറയും നോ ഇതൊന്നുമല്ല വേണ്ടതെന്ന് പറയും. ഐ ഡോണ്ട് തിങ്ക് ഈവൻ മിക്സഡ് റെസ്പോൺസ് അല്ല, കുറച്ച് എന്താ പറയുക നമ്മൾ തീരെ വിചാരിക്കാത്ത ഒരു റെസ്പോൺസാണ്. ഞാനും അങ്ങനെ ഒന്നുമില്ല സിനിമയെ കണ്ടിട്ടുള്ളത്. ബ്രാൻഡ് ലോഞ്ചിൽ വെച്ച് കണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് വെരി വെരി കോർഡിയൽ. അതൊക്കെ ആ സിനിമ കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞില്ലേ ആണോ അന്ന് ഓക്കെ. ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരു 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 ഡയറക്ടറാണ് അദ്ദേഹം. എക്സാക്ട്ലി എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആ സമയത്ത് വർക്ക് ചെയ്ത 10-15 പേരുണ്ടല്ലോ, അവരിപ്പോൾ ഏത് സിനിമയിൽ പോയാലും അവർക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ അത് വെച്ചിട്ട് പണ്ടാറടങ്ങുമെന്ന് അറിയില്ലേ. ഇത്രയും സിനിമ ചെയ്തതിൽ ഏറ്റവും ഭയങ്കര പ്രഷർ അനുഭവിച്ച് ചെയ്ത ഒരു സിനിമ മനക്കോട്ടെ വാലിബൻ. ഇപ്പം നമ്മുടെ ഒരു സിസ്റ്റത്തിൽ നിന്ന് ടോട്ടലി വേറെ രീതിയിൽ വർക്ക് ചെയ്തൊരു സിനിമയാണ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പഠനമായിരുന്നു ഉറപ്പായിട്ടും. ഇപ്പം എൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മോറോവർ ചിലപ്പോൾ പൃഥ്വിരാജിൻ്റെ ശൈലിയായിരിക്കും. ഞാൻ എനിക്കൊരു സ്ക്രിപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരാഴ്ച ഞാൻ ഒറ്റയ്ക്കൊക്കെ ഇരിക്കും. ഞാൻ ഒറ്റയ്ക്ക് ആ സ്ക്രിപ്റ്റ് എടുത്തിട്ട് ഞാൻ എനിക്ക് എഴുതാനും കുറിക്കാനും ഡിസൈൻസ് ഉണ്ടാക്കുന്നതിനും കൂടുതലായിട്ട്. ഇപ്പോൾ മലക്കോട്ടെ വാലിബൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 സ്ഥലത്തൊക്കെ അദ്ദേഹം ട്രാവൽ ചെയ്യുന്നതാണല്ലോ സിനിമ. ഇപ്പോൾ ആദ്യം ഇവിടെ വന്നു, അടിവാരം എന്തോ വാട്ടർ റീഡിച്ച് അവിടെ വന്നു, പിന്നെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകുന്നു. സോ ഞാനിതിനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടപ്പള്ളിയിൽ വന്നു, ഒരാൾ വന്നു, അടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്കമാലിയിലെത്തി, കഴിഞ്ഞ് കുറച്ചിപ്പോൾ എന്താ പറയുക ഇപ്പം മേ ബി തൃശ്ശൂരെത്തി എന്ന് പറയുന്ന ഓരോ സ്ഥലത്തേക്ക്, പിന്നെ കോയമ്പത്തൂരെത്തി എന്ന് പറയുന്നൊരു ഒരു 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 ട്രാവലാണ് ഞാൻ ആ സിനിമയെ അങ്ങനെ കാണുന്നത്. സോ ഈ ട്രാവലിൽ എല്ലാ ഒരുപാട് സ്ഥലത്തൂടെ പോകുന്ന ഒരാൾ, അപ്പോൾ അവിടുത്തെ ആൾക്കാർ മാറിക്കൊണ്ടിരിക്കും. ഇദ്ദേഹം സെയിം തന്നെയാണ്. ഇദ്ദേഹത്തിന് എനിക്ക് എങ്ങനെ പ്ലേസ് ചെയ്യാം, ഈ ഓരോ സ്ഥലത്തിന് എനിക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഇത് ഞാൻ ആദ്യം എൻ്റെ തലയിലുള്ളിലേക്ക് കയറ്റുന്നത്. എന്നിട്ട് ഞാൻ അതിനെ പ്ലേസ് ചെയ്യും. ചിലപ്പോൾ വരയ്ക്കാളെ ചിലപ്പോൾ വേറൊരു ഒരാളെ വിളിച്ചിരുത്തി ഇതൊക്കെ ഞാൻ ചിലപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടാക്കും, ചിലപ്പോൾ കാരിക്കേച്ചേഴ്സ് ഉണ്ടാക്കും. വരയ്ക്കും അല്ല ഞാൻ ചെറുതായിട്ട് വരയ്ക്കും. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ചില റെഫറൻസുകളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഭയങ്കര രസകരമായിട്ട് വരയ്ക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് ഞാൻ ഈ ഐഡിയ ഞാൻ അവിടെ പ്രസൻറ്റ് ചെയ്യും. അതിൻ്റെ പിന്നെ സാമ്പിൾസ് ഉണ്ടാക്കും, കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും, എൻ്റെ അസിസ്റ്റൻസിനെ വിളിക്കും, ഞാനിതൊക്കെ അവരായിട്ട് പങ്കുവയ്ക്കും. ഒപ്പം ഇതിനെ ഒരു ഡയറക്ടർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കും. അങ്ങനെ എന്നിട്ട് അദ്ദേഹത്തിന് അത് ഓക്കെ ആവുന്ന ലെവൽ വരെ വർക്ക് ചെയ്തിട്ട് ആ സാധനത്തിനെ പ്രാക്ടിക്കലി വർക്ക് ചെയ്യിപ്പിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് സെറ്റിൽ ചെയ്യുമ്പോൾ അദ്ദേഹം പറയും നോ ഇതൊന്നുമല്ല വേണ്ടതെന്ന് പറയും. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ അമ്മ, ഞാൻ കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് ഞാൻ ഈ പണിയൊക്കെ എടുത്തിട്ട് ഇദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതൊന്നുമല്ല എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞപ്പം അതിനെ ആക്സെപ്റ്റ് ചെയ്യാന്നല്ലാണ്ട് വേറെ വഴിയില്ല. നാളെ ചിലപ്പോൾ ഷൂട്ട് ചെയ്യാനുള്ള സാധനം ഇപ്പോൾ റെഡിയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് ഈ സിനിമ ചെയ്തേ പറ്റൂ അല്ലേ, ഈ സിനിമ ചെയ്തേ പറ്റൂ. അപ്പുറത്ത് നമ്മുടെ വലിയ 1 ആക്ടേഴ്സ് കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ കോസ്റ്റ്യൂം എന്താണെന്ന് അറിയില്ല, കോസ്റ്റ്യൂം മൊത്തം മാറിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഇതെൻ്റെ ഒരു ശൈലിയായിട്ട് ഒരിക്കലും ബന്ധപ്പെട്ടൊരു സാധനമല്ല. അത് ഭയങ്കര ശരിക്കും അത് വല്ലാത്തൊരു പ്രഷർ, എല്ലാവർക്കും ഒരു പ്രഷറല്ലേ? വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ കൈയും കാലം അനങ്ങൂല, അത്രേ ഉള്ളൂ. പ്രഷർ എന്ന് വെച്ചാൽ നമുക്കിത് ഫീൽ ചെയ്യണം, നമുക്ക് അനങ്ങൂല. നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. അപ്പം പറയാനും പറ്റില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ സിനിമയിലേക്ക് ഒരു 30-35 ആൾക്കാരുണ്ട്. കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ്. ഞാൻ പറഞ്ഞില്ല പല രീതിയിൽ വർക്ക് ചെയ്തു. ഇതൊരു സർക്കിളാണ്, ഇങ്ങനെ സർക്കിൾ ചെയ്തിട്ട് പോകുന്നത്. വൈറ്റ് തുണി ഡൈ ചെയ്തു, പ്രിന്റ് ചെയ്തു, എംബ്രോയിഡറി വർക്ക് ചെയ്തു, അതുപോലെ ലെതറിന്റെ പാച്ചസ് കയറ്റി, ഇതെല്ലാം വീണ്ടും വരണ്ടേ? ഇതൊക്കെ വീണ്ടും വരണം. സോ ഇത് നമുക്ക് നാളെയോ മറ്റന്നെയോ എങ്ങനെ, ചിലപ്പം ആ സിനിമയിൽ ഒരുപാട് ഫൈറ്റ്സ് ഉള്ളതുകൊണ്ട് ഷൂട്ട് കുറച്ചുകൂടെ ഒരു 1 വീക്ക് കുറച്ചുകൂടി ലേറ്റ് ആയി വന്നു, ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഐഡിയാസ് എന്ന് പറയുന്നത് ഓക്കെ ഈ സംഭവം ഇവിടെ നമുക്ക് നടക്കൂല എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അപ്പോൾ ഇതെവിടെ നടക്കും, ഇത് ബോംബെയിൽ നടക്കും. അന്നുവെച്ചാൽ ബോംബെയിൽ പോയിട്ട് ഒരാൾ വിളിച്ചുകൊണ്ടിരാൻ പറയും. അപ്പം അങ്ങനെയൊക്കെയാണത് വർക്ക് ചെയ്യുന്നത് അവിടെ. അപ്പം എനിക്കത് ടോട്ടലി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു അനുഭവമാണ്. ജനറലി ഐ വാസ് നോട്ട് ഹാപ്പി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ,
നമ്മൾ ദിവസം ജോലി കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ടലിൽ റൂമിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൃപ്തിയില്ല. നമുക്കിത് എന്ത് ചെയ്യാം, നമ്മൾ ചിലപ്പോൾ അവിടെ പറയും ഇത് നടക്കില്ല എന്ന് ചിലപ്പോൾ പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടാവുക. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതായത് ഇത് ഉറപ്പായിട്ട് നാളെ ഷൂട്ടിന് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനത് പറയണമല്ലോ. ബിക്കോസ് നാളെ ഒരു ദിവസം ഷൂട്ട് നമ്മൾ കാരണം മുടങ്ങരുതെന്ന് വിചാരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും തിരിച്ചു വന്നിട്ട് ഞാൻ ആലോചിക്കും. ചില സമയത്ത് ഞാൻ വീണ്ടും തിരിച്ചു പോയി വീണ്ടും യൂണിറ്റിൽ പോയിട്ട് എൻ്റെ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും വിളിച്ച് എണിപ്പിച്ച് ചിലപ്പോൾ ഞാൻ ആ കാര്യം വീണ്ടും ചെയ്യാൻ ശ്രമിക്കും. ഇത് ആ സിനിമയുടെ കേസിൽ ചിലപ്പോൾ എല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യമാണ്. അതെൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടായിരുന്നു. സോ ഇതിനെ ഞാൻ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തെന്ന് പറയും. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഒരു പരിധി വരെയൊക്കെ. പക്ഷേ ഉറപ്പായിട്ടും. അപ്പോൾ ദിസ് ഇസ് ദ റീസൺ വൈ അങ്ങനെ ഒരു ഡയറക്ടർ ഇങ്ങനത്തെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കുന്നതിൻ്റെ റീസൺ ഇതാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായത്. സോ ഹിസ് തിങ്കിങ് പ്രോസസ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. സോ ബെറ്റർ യു ജെൽ വിത്ത് ഇറ്റ്. നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ അത് വെച്ചിട്ട് പണ്ടാറടങ്ങുമെന്ന് പറയില്ലേ, ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ചെയ്ത് അത് ശരിയാക്കൂ എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലേക്ക് നമ്മളെത്തും. സോ ഞാനതിനെ അങ്ങനെ കാണാൻ ശ്രമിച്ചിരുന്നു. എന്നിട്ടും ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പലതരത്തിലുള്ള ഈഗോ ക്ലാഷസ് സംഭവിക്കാനുള്ളൂ. പിന്നെ ഒരു പരിധിക്കപ്പുറം നമ്മളും കുറച്ച് കഴിയുമ്പോൾ നമുക്കും ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. നമ്മുടെ അസിസ്റ്റൻസൊക്കെ നമ്പാവും. അവർക്കറിയില്ല എന്ത് ചെയ്യണമെന്നുള്ളത്. ചേട്ടാ ഇത് നേരത്തെ പറഞ്ഞ സാധനം ആയിട്ട് ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ, ഇത് ഈ സീനിലേക്ക് എങ്ങനെ സെറ്റ് ആവുന്ന അവർ നമ്മളോട് ചോദിച്ചു തുടങ്ങും. നമ്മൾ തിരിച്ചങ്ങോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ആൾ അവൈലബിൾ ആയിരിക്കില്ല എന്ന് പറയുന്ന കുറേ സിറ്റുവേഷൻസ് ഇങ്ങനത്തെ സിനിമകൾ സംഭവിക്കും. അപ്പം there are some directors who comes with a great technical knowledge. ടെക്നിക്കൽ നോളജ് മാത്രമല്ല, ഇയാൾക്ക് ഇത് നടത്തിയെടുക്കാൻ പറ്റുമോ എന്ന് കൂടെ ചിന്തിക്കും. ഇപ്പം ചില ആൾക്കാരെ പൃഥ്വിരാജ് അങ്ങനെ ചോദിക്കും, സുഹൃത്ത് ഇതിപ്പോൾ ഈ സമയത്തിനുള്ളിൽ നടക്കുമോ, നടത്തി തരാം എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ എക്സ്ട്രാ ലോഡ് എടുത്ത് നമ്മൾ ആൾക്കാരെ കൂട്ടി നമ്മൾ അതൊക്കെ ചെയ്യും. അങ്ങനെ ചോദ്യമില്ല. ഇത് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് പറഞ്ഞാൽ ചിലപ്പോൾ ആൾ മനസ്സിലാക്കില്ല. ബട്ട് ഞാനിങ്ങനെ ആ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് പുറത്തൊക്കെ വന്നിട്ട് 1-2 മാസം കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നല്ലോ. ഡെയിലി ബൗൺസർ വരുന്നു, നമുക്ക് തലയിലേക്ക് ബൗൺസർ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. എക്സാക്ട്ലി. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആ സമയത്ത് വർക്ക് ചെയ്ത 10-35 പേരുണ്ടല്ലോ. അവരിപ്പോൾ ഏത് സിനിമയിൽ പോയാലും അവർക്ക് ഒരു കുഴപ്പമില്ല. അതെ. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ ചിലപ്പോൾ ചില സിനിമകൾ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. ദെൻ ഞാൻ പറഞ്ഞില്ല അത്. പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഒരു പരിധി വരെ എനിക്ക് എമ്പുരാനിൽ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള അനുഭവം, നല്ല രസമുള്ള അനുഭവം ഞാൻ ചിലപ്പോൾ കുറച്ചുകൂടി ചെറിഷ് ചെയ്യുന്നത് മറ്റേതായിരിക്കും. മറക്കൂല അത്. പക്ഷേ ഇതെന്താ അറിയോ, ചില സമയത്ത് നമ്മൾ ആൾക്കാരെ തെറ്റിദ്ധരിച്ചു പോകും. ഇദ്ദേഹം എന്താ ഇങ്ങനെയെന്ന്. ചിലപ്പോൾ ഞാൻ LJPനെ പറ്റി ഞാൻ അങ്ങനെ ചിന്തിക്കും, അദ്ദേഹം തിരിച്ച് എന്നെ പറ്റി ഇങ്ങനെ ചിന്തിക്കും. ഇവനെന്താണ് ഇങ്ങനെ ചിന്തിക്കില്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തിന് ഇപ്പം അടുത്ത് നമ്മൾ എംപുരാൻ്റെ ലോഞ്ചിൽ വെച്ച് കണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് വെരി കോർഡിയൽ. അതൊക്കെ ആ സിനിമ കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞില്ലേ, ആണോ വന്നോ, ഓക്കെ. അപ്പം അത്രേ ഉള്ളൂ. അതെന്ന് വെച്ചാൽ അത് അവരെ തലയിൽ ആ സമയത്ത് വരുന്ന ഒരു കാര്യത്തിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് മാത്രം ചിന്തിക്കുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി ഒരു വിഷയമേ അല്ല ചില ആൾക്കാർക്ക്. ലാലേട്ടന്റെ ഭാഗത്ത് നിന്നൊക്കെ ഇങ്ങനത്തെ സീനുകൾ അദ്ദേഹം തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും പല സമയങ്ങളിൽ. അദ്ദേഹം ദേഷ്യപ്പെട്ടിട്ടില്ലേ? അടുത്തില്ലെങ്കിൽ പോലും ഇല്ല, എൻ്റെ അടുത്ത് ഇങ്ങനെ ഇതൊക്കെ ചില ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിൽ കുറെ പ്രശ്നങ്ങൾ നടക്കണമെന്ന് ഏറ്റവും ആദ്യം അറിയുന്നത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെയാണ്. ഇപ്പോൾ ലാൽ സാറൊക്കെയാണ്. അപ്പോൾ ലാൽ സാർ മോനെ എല്ലാം ഓക്കെ ആണോ അവിടെ ചോദിക്കും. അതായത് അങ്ങനെയാണ് ചോദിക്കുന്നത്, മോനെ അവിടെ എല്ലാം ഓക്കെ ആണോ ചോദിക്കും. ഇപ്പം ഞാൻ അവിടെ കുറച്ചും കൂടെ വിചാരിക്കുന്നത് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. സാർ അതൊക്കെ ഓക്കെയാണ്, അവിടെ എല്ലാം നന്നായിട്ട് നടക്കുന്നത്. പിന്നെ ചില സാധനങ്ങൾ ഇംപ്രവൈസേഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളത് മാക്സിമം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ. സോ ഇദ്ദേഹം കുറച്ച് കൂളായി, ഞാനും കുറച്ച് കൂളായി. ഉറപ്പായിട്ടും അറിയാം. ഇതെന്താ അറിയോ, അവർക്ക് അവിടെ എത്തുമ്പോൾ അറിയാം ഇത് കുറച്ച് ചെറിയ ക്യാവസൊക്കെ ഇവിടെ ഉണ്ടല്ലോ, കുറച്ച് ബഹളവും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ അവിടെ ഉണ്ടല്ലോ, കുറച്ച് ചില സ്ഥലത്തൊക്കെ ചില ഡിസോർഗനൈസ്ഡ് ആണെന്ന് തോന്നിപ്പോകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ചിലപ്പോൾ രാവിലെ 8 മണിക്ക് ഷൂട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 12 മണിയാവുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടെന്ന് അവർ ഉറപ്പായിട്ട്, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ലേ, അവർക്ക് എല്ലാം അറിയാം. നമ്മുടെ മുഖം കാണുമ്പോൾ കാര്യം മനസ്സിലാവും. അത്രയും ഡിലേ ഒക്കെ വന്നിട്ടുണ്ട്. അല്ല അതൊക്കെ അങ്ങനത്തെ സിനിമകളൊക്കെ വളരെ സാധാരണമാണ്. ഈസിലി ചിലപ്പോൾ ചില ദിവസം ഒരു ദിവസം ഒരാൾക്ക് ഷൂട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അന്ന് ഷൂട്ട് ചെയ്യുക പോലും ഇല്ല. അതിലൊന്നും ഒരു തെറ്റൂല. അപ്പം അവർക്ക് നന്നായിട്ട് മനസ്സിലാവും. സോ ദ ഈസിയസ്റ്റ് വേ ടു ഹാൻഡിൽ ഈസ് ദാറ്റ് യു ട്രൈ യുവർ ബെസ്റ്റ്, യു ട്രൈ ന്യൂ വേസ് ടു സാറ്റിസ്ഫൈ തിങ്സ്.
ഇത്രയും പ്രഷർ എടുത്ത് വർക്ക് ചെയ്തിട്ടും സിനിമയ്ക്ക് ഒരു മിക്സഡ് റെസ്പോൺസ് വന്നപ്പോൾ ഒരു ഫീലിംഗ് എന്തായിരുന്നു? ഐ ഡോണ്ട് തിങ്ക് ഈവൻ മിക്സഡ് റെസ്പോൺസ് അല്ല, കുറച്ച് എന്താ പറയുക, നമ്മൾ തീരെ വിചാരിക്കാത്ത ഒരു റെസ്പോൺസാണ്. ഞാനും അങ്ങനെ ഒന്നുമില്ല സിനിമയെ കണ്ടിട്ടുള്ളത്. അപ്പം ഉറപ്പായിട്ടും നമുക്ക് ആ സിനിമ വിഷമം തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു 8-9 മാസം നമ്മൾ വർക്ക് ചെയ്യുന്നൊരു സിനിമ, ആ സിനിമയിൽ ചിലപ്പം അതിൻ്റെ ഡയറക്ടർ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഐ മീൻ നമുക്ക് ആളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ആണെങ്കിൽ അത് അങ്ങനെയാണല്ലോ എന്നെ ചിന്തിക്കേണ്ടത്. അതിൽ അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആ സിനിമയിൽ നമ്മൾ വർക്ക് ചെയ്ത ഒരു സാധനം തിരിച്ചിങ്ങോട്ട് തിരിച്ചു വരും. ഇൻ ദ സെൻസ് അപ്രീസിയേഷനായിട്ടോ അല്ലെങ്കിൽ സിനിമയുടെ വിജയമായിട്ടൊക്കെ തിരിച്ചു വരുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതങ്ങനെ വരുന്നില്ല. അപ്പോൾ ഞാൻ അത് നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ മിസ് ചെയ്തിട്ടുള്ള 2-3 വലിയ അല്ലെങ്കിൽ ഭയങ്കര രസകരമായിട്ട് നമ്മൾ വർക്ക് ചെയ്യാത്ത ചില സിനിമകളാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ആ സിനിമയുടെ ജോണേഴ്സ് നമ്മൾ വർക്ക് ചെയ്യാത്ത നമുക്ക് അങ്ങനത്തെ ചില സിനിമയുടെയൊക്കെ ഇത് വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ സിനിമകളൊക്കെ. സോ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഐ തിങ്ക് ആ സിനിമയിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, അത് ഭീകരമായിട്ടുള്ള ചേഞ്ച് നമ്മുടെ വർക്കിംഗ് സ്റ്റൈലിൽ വരുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു LJPയുടെ കൂടെയൊക്കെ ഒരാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഇൻഡസ്ട്രിയിൽ പോയിട്ട് ഏത് സിറ്റുവേഷനിൽ വർക്ക് ചെയ്യാം, പിടിച്ചിക്കാം. അല്ല, നോ വെരി പോസിറ്റീവ് വേ. അത് ചിലപ്പോൾ നമ്മൾ ഭയങ്കര സോഫ്റ്റായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റൂല. അതാണല്ലോ ചാലഞ്ച്. അതെ 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 അത് ഒരു തടസ്സം വന്നാലും നമുക്ക് അതിനെ ഓവർകം ചെയ്ത് പോകാനുള്ള ഒരു എന്താണ് ഒരു കഴിവുണ്ടാവത്തുള്ളൂ. അതെ അതെ. ഒരു മലൈക്കോട്ടെ വാലിബൻ പോലത്തെ സിനിമ ഈസ് മോർ ലൈക്ക് ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വെച്ചതും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് എല്ലാം ഇവിടെ നമ്മൾ കാണിച്ചിട്ടാണ് പോകുന്നത്. നമ്മളവിടെ എത്തിക്കഴിയുമ്പോൾ LJP പോലത്തെ ഒരു ഡയറക്ടർ ക്വൈറ്റ് ഓപ്പോസിറ്റ്. ഇതൊന്നും പറ്റില്ല എന്ന് പറയുന്ന. പക്ഷെ ഇതിൽ ആരും ശരിയും തെറ്റൂല. ചില ആൾക്കാരെ സിനിമയുടെ മേക്കിംഗ് സ്റ്റൈൽ അതും ചിലത് ഇതുമാണ്. നിങ്ങൾക്ക് അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ ആ സിനിമയിൽ വർക്ക് ചെയ്താൽ മതി, ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇത് വർക്ക് ചെയ്താൽ മതി. സോ ഇത് ഓരോ സിനിമയ്ക്കും ഡിഫറെൻറ്റ് ചാലഞ്ചസ് ആണ്. സോ ആ സിനിമയ്ക്ക് നമ്മൾ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സിനിമയുടെ എവറിത്തിങ് ഈസ് ഹാൻഡ് മെയ്ഡ്. ഒരു 70 to 80% നമ്മുടെ ഹാൻഡ് മെയ്ഡാണ് അതിൽ മൊത്തം. അതായത് വെള്ളത്തുണി മേടിക്കുന്നു, ഡൈ ചെയ്യുന്നു, അതിൽ പ്രിന്റ് ചെയ്യുന്നു, കളർ ചെയ്യുന്നു, ലെതറിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു. അതെ അതെ അതെ. ലെതറിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ആൾക്കാർ ഇരിക്കുന്നു, ഷൂസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ കിരീടങ്ങൾ ഉണ്ടാക്കുന്നു. ആർട്ടിൻ്റെ ആൾക്കാരെ വിളിച്ചിട്ട്, അതായത് ആ സിനിമയത്തെ ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് അല്ല, നമ്മൾ സ്വന്തമായി വിളിക്കുന്ന അങ്ങനെ വിളിക്കുന്ന ആൾക്കാർ വരുന്നു. അവർക്ക് നമ്മൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് പറയുന്നു. ജ്വല്ലറീസ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നൊരു മൊത്തം ഗ്യാങ്ങിനെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ആ സിനിമയെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമയ്ക്ക് നമ്മൾ ചിലപ്പോൾ 9 മാസം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ ഇതില്ലാതെ പോലും വേറൊരു കോസ്റ്റ്യൂം ഡിസൈൻ ചിലപ്പോൾ വർക്ക് ചെയ്യും. അപ്പം ചിലപ്പോൾ ആൾക്കാർ ചോദിക്കില്ലേ, ഇതില്ലാതെ ഈ സിനിമ നടന്നില്ലേ, പിന്നെ എന്താണെന്ന് ചോദിക്കും. പക്ഷേ അങ്ങനെ ചോദിക്കുന്നവരോട് നിങ്ങൾ അങ്ങനെ തന്നെ സിനിമ ചെയ്യുമെന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് നമ്മളൊരു സാധനം നമ്മുടെ രീതിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വേറൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. സോ അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സോ വാട്ട് യു വോണ്ട് ടു അച്ചീവ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. ഇപ്പൊ ഈ LJPയുടെ കാര്യം പറഞ്ഞപ്പോ ഓഫ് കോഴ്സ് അന്നേരം ഒരു തർക്കം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരം നടന്നതാവും, ഇത് പെട്ടെന്നെല്ലാം വേണ്ടെന്ന് പറയുമ്പോ. ഇപ്പൊ എമ്പുരാന്റെ ലൊക്കേഷനിൽ അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻസോ ഒന്നും അങ്ങനെ ഒരു സിനിമ സംഭവിക്കും? അറ്റ്ലീസ്റ്റ് കോസ്റ്റ്യൂം പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അത് ഒരു സിനിമയില്ല, 3 സിനിമ ഇതില്ല. നമ്മൾ ഒരു 3 സിനിമയിൽ പോലും നമുക്ക് അങ്ങനെ തർക്കമില്ല. ദർ ഈസ് ഓൺലി ലൈക്ക് ഇപ്പം പൃഥ്വിരാജ് എന്ന ഡയറക്ടർ അത്രയും പെർഫെക്ഷനിസ്റ്റ് ആണ്, അങ്ങനെയാണ്. ഇതൊരു പെർഫെക്ഷൻ ആണോ എന്ന് എനിക്കറിയില്ല. ഇതൊരു വിഷനാണ് ശരിക്കും പറഞ്ഞാൽ, ഒരു കാഴ്ചപ്പാടാണ്. ഒരു സിനിമയെ നമുക്ക് ഇങ്ങനെ കാണാം, ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഇത് തന്നെയാണ്, ഇതിൽ ഞാൻ ഒരു മാറ്റം വരുത്തുന്നില്ല. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് കോസ്റ്റ്യൂം ഇതാണ് എനിക്ക് ആവശ്യമുള്ളത്, ഞാൻ അപ്പുറത്ത് അതിനാണ് നല്ലതോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സൂട്ടാവുന്ന ഒരാൾ കൊണ്ടുവന്നാൽ ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യും എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതിന് നന്നായി, പക്ഷേ എൻ്റെ സീനിന് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടാന്ന് വയ്ക്കുകയും ചെയ്യാം. സോ ഇറ്റ്സ് ദാറ്റ് വേ അല്ലേ. ഇപ്പം അപ്പുറത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ LJPയുടെ കാര്യം പറഞ്ഞാൽ ഇറ്റ്സ് വെരി നൈസ് പ്ലാൻ സം ടൈംസ്. അപ്പോൾ അതായത് അവിടെ എത്തിയിട്ട് ആ സമയത്ത് ചിലപ്പോൾ ഇതിനേക്കാളും നല്ലൊരു പരിപാടി ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിക്കുന്നൊരു ഡയറക്ടറാണ് അദ്ദേഹം. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ടെക്നീഷ്യനെ കൊണ്ട് അദ്ദേഹം ചിന്തിക്കുന്നത് അങ്ങനെയാണ്. എനിക്ക് അങ്ങനെ ടെക്നീഷ്യനെ ആവശ്യം, അദ്ദേഹത്തിന് അങ്ങനെ ആവശ്യപ്പെടാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് ചോദ്യം. അതെ അതെ അതെ. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും സിനിമയുടെ ശൈലികളാണ്. ആൻഡ് ഇത് രണ്ടും അല്ല പെർഫെക്റ്റ് ശൈലികൾ.
ഇത് രണ്ടും ഇങ്ങനത്തെ രണ്ട് സിനിമ ചിലപ്പോൾ വിജയിക്കും ചെയ്യാം, ചിലപ്പോൾ ഇത് മോശമാവും ചെയ്യും അല്ലെ. ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഗ്രാമർ ഇല്ല. നമ്മൾ എന്ത് ചെയ്യണതാണ് നമ്മുടെ സിനിമ. അതിങ്ങനെയാണെന്നോ പ്രത്യേകിച്ച് ആർക്കും എഴുതി ലിഖിതമായ നിയമങ്ങളൊന്നും തന്നെ സിനിമയിൽ ഇല്ലല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒപ്പമാണ് മലയാളത്തിൽ ആദ്യം തുടങ്ങുന്നത്. പ്രിയദർശൻ സാറിന്റെ ഒരു സ്റ്റൈൽ ഓഫ് ആ ഒരു വർക്കിംഗ് പാറ്റേൺ എങ്ങനെയാണ്? കാരണം ഇപ്പൊ ഞാൻ സാർ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കോമഡി സീനുകൾ സാർ എടുക്കുമ്പോൾ സാർ കട്ട് ചെയ്യാറില്ല, ഒറ്റ ഫ്രെയിം വെച്ചിട്ട് ആർട്ടിസ്റ്റിനെ അഴിഞ്ഞാടാൻ വേണ്ടി വിടും. അതുപോലുള്ള ആർട്ടിസ്റ്റിനുള്ള ഫ്രെയിമിൽ നിൽക്കുന്ന എല്ലാവരും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോമഡി മിസ്സായി പോകും. എനിക്കൊന്ന് പ്രിയദർശൻ സാർ മാത്രമാണ് അങ്ങനെ ചെയ്ത ഒരു ഡയറക്ടറെ കണ്ടിട്ടുള്ളൂ. അപ്പം അദ്ദേഹത്തിന്റെ ഒരു വർക്കിംഗ് പാറ്റേൺ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതെങ്ങനെയാണ്? ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ബേസിക് ലേണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നാണ്. അപ്പം അദ്ദേഹമാണ് കുറച്ചും കൂടെ ചിലപ്പം എന്നോട് പറയാതെ പറഞ്ഞിട്ടുള്ളത്. അതായത് സീൻ എന്ന് പറയുന്നിടത്ത് സീൻ ആണ് ഇമോട്ട് ചെയ്യേണ്ടത്, ആക്ടേഴ്സിൻ്റെ ആക്ടിങ് ആണ് ഇമോട്ട് ചെയ്യേണ്ടത്, കോസ്റ്റ്യൂംസ് അതിനെ ഹെൽപ്പ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ പലപ്പോഴും കോസ്റ്റ്യൂംസ് ഭയങ്കര പരിപാടിയായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റേത് ചിലപ്പോൾ കുറച്ച് കുറഞ്ഞു പോകും, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇത് ശ്രദ്ധിക്കപ്പെടും എന്ന് പറയുന്നത്. ആൻഡ് എഗെയിൻ ചിലപ്പം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, ദാറ്റ് ഈസ് എ മോസ്റ്റ് ഹെൽത്തിയസ്റ്റ് മൈൻഡ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെല്ലാത്തിനും ഉൾക്കൊള്ളാൻ സാധിക്കണം, എന്നിട്ട് നമുക്ക് വേണ്ടത് എന്താണോ വേണ്ടാത്തത് എന്താണോ അതിനെ വേർതിരിക്കാൻ സാധിക്കണം. അങ്ങനെ ഉള്ള ഒരു മൈൻഡാണ് അദ്ദേഹത്തിനുള്ളത്. പിന്നെ എഗെയിൻ ഇപ്പം നമ്മൾ എത്രയോ ആൾക്കാരെ കൂടെ വർക്ക് ചെയ്തു. ഇപ്പോൾ ഇതിലൊക്കെ വെച്ചിട്ട് ഏറ്റവും ടെക്നിക്കലി സൗണ്ടായിട്ടുള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹം. ഏറ്റവും ടെക്നിക്കലി സൗണ്ട്. എനിക്കൊന്നും അങ്ങനെ പറയാൻ ഉള്ള അല്ലെങ്കിൽ അദ്ദേഹം ജഡ്ജ് ചെയ്യാനുള്ള ഒരു സാധനമൊന്നും നമുക്കില്ല. ബട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കും. ഇപ്പം അതെന്താ വെച്ചാൽ അവരുടെ ഒരു അപ്ബ്രിങ്ങിങ്ങും അല്ലെങ്കിൽ ഇപ്പം അതുപോലത്തെ ടെക്നീഷ്യൻസ് ആണല്ലോ. ഇപ്പം പ്രിയൻ സാറിൻ്റെ അവർ ആരെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കും. അപ്പം അങ്ങനത്തെ ഒരു വേൾഡിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരെ കൂടെയാണ് നമ്മൾക്ക് ജോലി ചെയ്യാനായിട്ട് അവസരം കിട്ടുന്നത്. സോ വി വിൽ ഇൻഹെറിറ്റ് എ ലോട്ട് ഓഫ് തിങ്സ്. അതെ. അപ്പോൾ അതാണ് എൻ്റെ ഒരു ബേസിക് സെറ്റിംഗ്, എൻ്റെ ജോലിയിലുള്ള ഒരു ബേസിക് സെറ്റിംഗ് ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതാണ്. അപ്പം ഇത് പക്ഷെ ഞാൻ എന്നെ സെറ്റ് ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരും രീതിയിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഡയറക്ടറെ കൂടിയും വർക്ക് ചെയ്യാൻ സാധിക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രീ പ്രൊഡക്ഷൻ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളുടെ കൂടിയും വർക്ക് ചെയ്യാൻ പറ്റണം. അവിടെ ചെന്നിട്ട് ചിലപ്പോൾ പ്രീ പ്രൊഡക്ഷൻ തീരെ ചെയ്യാത്ത അവിടെ സിനിമ ഉണ്ടാക്കില്ല. ചില ആൾക്കാർ സെറ്റിലാണ് സിനിമ ഉണ്ടാക്കുന്നത്. അങ്ങനെ സിനിമകൾ ഭയങ്കരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. അപ്പം ഈവൻ എനിക്ക് തോന്നുന്നു വേൾഡിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും പേര് കേട്ടുള്ള സിനിമ എന്ന് പറയുന്നത് ആ സെറ്റിൽ ഉണ്ടാക്കിയുള്ള സിനിമയാണ്, അന്നാന്ന് ഉണ്ടാക്കിയുള്ള സിനിമയാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. സോ അങ്ങനെയുള്ള സിനിമകൾ ഭയങ്കരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. സോ ആ സ്ക്രിപ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുകയും അതിൽ നമുക്ക് വർക്ക് ചെയ്യാൻ നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സിനിമയിൽ വർക്ക് ചെയ്യണം. ലൂസിഫർ ഒരു മലയാളത്തിന്റെ ബാഹുബലി എന്ന് ആണ് സംഭവം. ഇപ്പൊ ഈ എമ്പുരാൻ ശരിക്കും എന്തായിരിക്കും മലയാളത്തിന്റെ? ഐ തിങ്ക് അങ്ങനെ പറയുന്നത് ഞാൻ പറയുന്ന ഒരിക്കലും ഞാൻ ഈ സിനിമയെ ഇപ്പം നമ്മൾ എന്താ പറയുക, ആസ് എ ടെക്നീഷ്യൻ നമ്മൾ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് കേൾക്കുകയും ആ സിനിമയിലേക്ക് നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് ആദ്യം ചിന്തിക്കുന്നത്. ഈ സിനിമ നടക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കും. ഇത് കഴിഞ്ഞ് നമ്മളിതിനെ വിടണം. അതാണ് ഏറ്റവും നല്ലത്. ഇനി ഈ സിനിമയ്ക്ക് എന്ത് ഡെസ്റ്റിനി വാട്ട് എവർ ഇറ്റ് ഈസ് അല്ലേ, അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കണം. എൻ്റെ കയ്യിൽ കിട്ടിയ സ്ക്രിപ്റ്റിനെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് മാത്രമാണ് ചോദ്യം. അല്ലെങ്കിൽ ഇത് എന്താണ്, ഇത് എവിടെയാണെന്നുള്ളത് കുറച്ചും കൂടെ അത് ആൾക്കാർ കാണുകയും അവർ നമുക്ക് തിരിച്ചതിന് ഉത്തരം പറഞ്ഞു തരുമ്പോഴും അത് കേൾക്കുമ്പോഴാണ് ഓ നമ്മൾ ചെയ്ത വെച്ച കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കണ്ടേക്കണല്ലേ. ഓക്കെ.